6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠത്തിൻ്റെ അവസാനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു പ്രവർത്തനമുണ്ട്. അതിൽ സഹ, സമം, സാർദ്ധം, സാകം എന്നുള്ള വാക്കുകളെ ഉപയോഗിച്ച് വാചകങ്ങൾ എഴുതാൻ വേണ്ടി വട്ടത്തിലായിട്ട് കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഏറ്റവും നടുവിലായിട്ട് ലത എന്നുള്ളൊരു കർത്തൃപദം കൊടുത്തിട്ടുണ്ട്. അത് ചുവന്ന വട്ടത്തിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മഞ്ഞ വട്ടത്തിൽ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സോദരേണ, രാധയ, അമ്പയ, ജനകേന. അത് കഴിഞ്ഞൊരു നീലവട്ടമുണ്ട്. അതിൽ സഹ, സമം, സാർദ്ധം, സാകം. അത് കഴിഞ്ഞ് പച്ച വട്ടത്തിൽ പുഷ്പാണി, ഓദനം, നൃത്തം, വിദ്യാലയം. ഏറ്റവും അവസാനം ഒരു വയലറ്റ് വൃത്തം. അതിൽ പജതി, ചിനോതി, ഗച്ഛതി, കരോതി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാകുന്നുണ്ട്. ഞാനൊന്ന് വിശദമായി പറയാം. ഇത് ഒരാൾ മറ്റൊരാളോട് കൂടെ ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. ലത രാധയോടൊപ്പം പൂ പറിക്കാൻ പോയി. അപ്പം ലത എന്ന് പറയണം, രാധയോടൊപ്പം എന്ന് പറയണം, പൂവെന്ന് പറയണം, പറിക്കുന്നു എന്ന് പറയണം. അപ്പം 5 വാക്കുകൾ കൂടി ചേർന്ന വാചകങ്ങളാണ് ഇതിൽ നിന്നുണ്ടാക്കേണ്ടത്. ലത രാധയാ സമം പുഷ്പാണി ചിനോതി. ഏകദേശം നേരെ വരുന്ന വാക്കുകൾ, ഏകദേശം അർത്ഥം വരുന്ന വാക്കുകൾ ആണ് ഞാൻ പറഞ്ഞത്. ലത രാധയുടെ കൂടെ പൂ പറിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഇനിയും വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അവസാനത്തെ വട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിയാപദങ്ങളാണ്. ഉദാഹരണത്തിന് പജതി, ചിനോതി, ഗച്ഛതി, കരോതി. ഈ 4 ക്രിയാപദങ്ങളാണ്. ഈ 4 ക്രിയാപദങ്ങളുടെ അർത്ഥം എന്താണ്? പജതി എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുക, പജതി. ചിനോതി എന്ന് പറഞ്ഞാൽ പൂ പറിക്കുക എന്നുള്ള അർത്ഥത്തിൽ, പൂ ഇറുക്കുക എന്നൊക്കെ പറയില്ലേ, ചെടിയിൽ നിന്ന് പൂ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതിന് പറയുന്ന വാക്കാണ് ചിനോതി. കരോതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നു. ഗച്ഛതി പോകുന്നു. ഈ 4 ക്രിയാപദങ്ങളാണ് ഏറ്റവും അവസാനത്തെ വട്ടത്തിലുള്ളത്. ഈ ക്രിയാപദങ്ങൾക്ക് പറ്റിയ തരത്തിലുള്ള കർമ്മപദങ്ങൾ വേണം തൊട്ട് മുമ്പത്തെ വട്ടത്തിൽ നിന്നെടുക്കാൻ. ഉദാഹരണത്തിന് നൃത്തം കരോതി, അത് ശരിയാണ്. പക്ഷെ നൃത്തം ചിനോതി എന്നായി പോരുത്. പുഷ്പാണി ചിനോതി, അത് ശരിയാണ്. പുഷ്പാണി കരോതി എന്നായി പോരുത്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കണം. എന്തൊക്കെയാണ് കർമ്മപദങ്ങൾ കൊടുത്തിരിക്കുന്നത്? പുഷ്പാണി, ഓദനം. ഓദനം എന്താണ്? ചോറ്. അപ്പൊ ഓദനം എന്ന് കണ്ടാൽ എന്തായിരിക്കണം? പജതി ആയിരിക്കും. നൃത്തം തന്നെ. നൃത്തം കരോതി വരാൻ സാധ്യതയുള്ളൂ. അതിന് പറ്റിയ ക്രിയാപദം വേറെ ഇല്ല. വിദ്യാലയം എന്ന് കേട്ടാൽ അവിടെ പിന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രിയാപദം ഉള്ളത് ഗച്ഛതി മാത്രമാണ്. പജതിയോ ചിനോതിയോ കരോതിയോ വിദ്യാലയത്തിന് കൂടി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അർത്ഥം കൂടി നോക്കിയിട്ട് വേണം അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എഴുതാൻ. അതുവരെ ഏത് വാക്ക് എങ്ങനെ മാറ്റി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ലത സോദരേണ സഹ പുഷ്പാണി ചിനോതി എഴുതിയാൽ കുഴപ്പമില്ല. ലത അമ്പയാ സാർദ്ധം പുഷ്പാണി ചിനോതി എഴുതിയാൽ കുഴപ്പമില്ല. എങ്ങനെ വേണേ മാറ്റാം. പക്ഷെ അവസാനത്തെ 2 വട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥം നോക്കിയിട്ട് വേണം ഈ വാചകങ്ങൾ പൂർത്തീകരിക്കാൻ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ലത അമ്പയ സാർദ്ധം നൃത്തം കരോതി. ലത അമ്മയോടൊപ്പം നൃത്തം ചെയ്യുന്നു. മറ്റൊന്ന് ലത ജനകേന സാകം ഓദനം പചതി. ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ എങ്ങനെ വേണം എഴുതാം. അപ്പോൾ കുറേ വാചകങ്ങൾ എഴുതാൻ പറ്റും. 2-3 പേജൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എത്ര വാചകങ്ങൾ എഴുതാൻ പറ്റും അത്രയും വാചകങ്ങൾ എഴുതുക. ഈ മഞ്ഞ വൃത്തത്തിലുള്ള വാക്കുകൾ അവരുടെ കൂടെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടി തൃതീയ വിഭക്തിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സോദരേണ, രാധയ, അമ്പയ, ജനകേന അങ്ങനെ പ്രയോഗിക്കാൻ കാരണമുണ്ട്. ഇത് സഹ, സമം, സാർദ്ധം, സാകം എന്നുള്ള വാക്കുകൾ വരുന്ന സമയത്ത് തൃതീയ വിഭക്തി ഉപയോഗിക്കണം എന്നൊരു നിയമമുണ്ട്.
ഈ സഹ സമം സാധം സാഗം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, 4നും ഒരേ അർത്ഥമാണ്. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലതാ ജനകേന സാഗം വിദ്യാലയം ഗച്ഛതി, ഇങ്ങനെ പല പല ഉദാഹരണങ്ങളിലൂടെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും.